ഹായ് ഫ്രണ്ട്സ്, ഈ 2026 3 PSC പരീക്ഷകൾ നമ്മൾക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 PSC പരീക്ഷകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ള ചോദ്യങ്ങൾ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് സെഷനിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി തൊട്ടടുത്ത് വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഇനി ഈ 2026 ഇനി ഏത് പരീക്ഷ വന്നാലും അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. കാരണം ഈ ഒരു കൊല്ലത്തിൽ തന്നെ നടന്ന 3 പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ട് നടന്ന 3 പരീക്ഷകൾ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പരീക്ഷ 17-ാം തീയതി ജനുവരി നടന്നു. അതുപോലെ കെയർ ടേക്കർ എന്ന് പറഞ്ഞ പരീക്ഷ 21 ജനുവരിക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ APO എന്ന് പറഞ്ഞ പരീക്ഷയും 24 ജനുവരിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരേ മോഡലിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടെ വന്നാൽ ശരാശരി 16 പുതിയതായി വന്ന ആളുടെ വയസ്സ് എത്ര? അപ്പോൾ PSCയുടെ ശരാശരി ഭാഗത്തു നിന്നുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകളിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. കാരണം കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ശരാശരി ഇത്രയായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് പുതിയതായിട്ട് ഒരാൾ വന്നു, അപ്പോൾ ശരാശരി ഇത്രയായി. എങ്കിൽ ആ പുതുതായി വന്ന ആളുടെ വയസ്സ് എത്ര, അല്ലെങ്കിൽ അയാളുടെ വെയിറ്റ് എത്ര, അല്ലെങ്കിൽ ആ പുതുതായി വന്ന നമ്പർ എത്ര, ആ പുതുതായി വന്ന മാർക്ക് എത്ര എന്നൊക്കെ പുതുതായി ഒരു സംഖ്യ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് 4 നേരെ 15 എന്ന് എഴുതാം. കാരണം 4 പേരുടെ ശരാശരി വയസ്സ് 15 അപ്പം എണ്ണ ഇപ്പുറത്ത് എഴുതി, ശരാശരി ഇപ്പുറത്ത് എഴുതി. ഇനി ഒരാൾ കൂടി വന്നു, അപ്പം 4 പേരുള്ളത് എന്തായി? 5 പേരായി. അതിന് നേരെ എത്രയാണ്? അതിന് നേരെ 16 എന്നും കിട്ടും. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? എണ്ണം, അതിന് നേരെ അതിൻ്റെ ശരാശരി, താഴെ ഇപ്പുറത്തുള്ള എണ്ണം, അതിന് നേരെ ഇപ്പുറത്തുള്ള ശരാശരി. ഇനി മേലെ നിന്ന് താഴോട്ട് എത്ര മാറ്റം വന്നു? അത് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം, ചിലപ്പോൾ കൂടാവും, ചിലപ്പോൾ കുറയലൊക്കെ ആവാം. അപ്പോൾ ഇവിടെ 15 നിന്ന് 16 സംഭവിച്ചിട്ടുള്ള മാറ്റം ഒന്നുകൂടി. ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ആളുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്തു? 4 ഉള്ളത് 5 എത്ര കൂടി? 1 കൂടി. അപ്പം ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ 1 കൂടി, അവിടെ ശരാശരിയിലും 1 കൂടി. ഇനി നമുക്ക് പുതുതായി വന്ന നമ്പർ കണ്ടെത്താൻ നമ്മളൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെ താഴെയുള്ള നമ്പർ എടുത്ത് ഈ ഗ്യാപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ മേലെയുള്ള നമ്പർ എടുത്തിട്ട് ഈ ഗ്യാപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഒന്നും കൂടെ പറയാം, നോക്കിക്കേ. ഇവിടെ താഴെയുള്ള 16 എടുത്ത് ഈ ഗ്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 16 × 1 എന്നൊരു സൈഡിൽ വരും. അപ്പുറത്തെ സൈഡിൽ ഈ മേലുള്ള നമ്പറിനെ ഇപ്പുറത്തുള്ള ഗ്യാപ്പ് കൊണ്ട് ഗുണിച്ചു 4 × 1 എന്നും വരും. അപ്പോൾ 16 + 4 എന്ന് വരും. പുതുതായി വന്ന ആളുടെ വയസ്സ് എത്രയാണ്? 20 എന്ന് കിട്ടും. ഇപ്പോൾ ഒരു കൂട്ടത്തിലേക്ക് പുതുതായിട്ട് ഒരാൾ വരുന്നു. അത് വയസ്സിലാവാം, ചിലപ്പോൾ വെയിറ്റിലാവും, ചിലപ്പോൾ റൺസ്, ക്രിക്കറ്റിൻ്റെ റൺസ് ആവാം, ചിലപ്പോൾ ഒരു പരീക്ഷയിലെ മാർക്കാവാം. എന്തായാലും ഒരു കൂട്ടം സംഖ്യയിലേക്ക് പുതിയൊരു സംഖ്യ വന്നപ്പം ശരാശരിക്ക് ഇത്ര ഒരു മാറ്റം വന്നു എന്നുള്ള ടൈപ്പ് PSCയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എണ്ണത്തിന് നേരെ എന്ത് ചെയ്യുക? ശരാശരി എഴുതുക. 4 നേരെ 15. അടുത്തത് ഇപ്പോൾ ഉള്ള എണ്ണം, ഒരാളും കൂടെ വന്നു, 5 ആള്. 5 നേരെയുള്ള ശരാശരി 16. ഇനി എന്ത് നോക്കുക? മേലെ നിന്ന് താഴോട്ട് എത്ര മാറ്റം വന്നു? 15 ഉള്ളത് 16 ആയി, 1 കൂടി. അതേപോലെ ഇവിടെ 4 നിന്ന് 5 എത്ര മാറ്റം? 1 കൂടി. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും? ഈ താഴെ ഉള്ളതിന് ഇതുകൊണ്ടും ഈ മേലുള്ളതിന് ഇതുകൊണ്ടും ഗുണിക്കുക. അപ്പോൾ 16 × 1, അപ്പുറത്ത് +4 × 1, ഉത്തരം 20 എന്ന് കിട്ടും. ഓപ്ഷൻ A ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതാണ് 2026 വന്ന ചോദ്യം. ഈ ഒരു പാറ്റേണിൽ പണ്ടും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേണിൽ വന്ന 2 എക്സാമ്പിളും കൂടെ നോക്കാം. അത് മെത്തേഡ് ഒന്ന് ക്ലിയർ ആവാൻ ഈ പാറ്റേണിൽ പണ്ട് വന്ന 2 എക്സാമ്പിളും കൂടെ നോക്കാം. എല്ലാം PYQs ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടെ ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? അപ്പം ആദ്യം തന്നെ എണ്ണം, കുട്ടികളുടെ എണ്ണം 30. 30 നേരെയുള്ള ശരാശരി 11. പിന്നെ ടീച്ചറും കൂടെ പുതുതായി ഒരു സംഖ്യ വന്നു, 31 പേരായി.
ശരാശരി എത്രയായി? 12ആയി. 30 നേരെ 11, 31 നേരെ 12. ഇവിടെയുള്ള മാറ്റം നോക്കാം. ഇവിടെ ഒന്നുകൂടി, ഇവിടെയും ഒന്നുകൂടി. അപ്പൊ എങ്ങനെ ചെയ്യാം? ഈ താഴെയുള്ള നമ്പറിനെ ഇതുകൊണ്ട് ഗുണിക്കുന്നു, അതുപോലെ ഈ 30നെ ഇതുകൊണ്ടും ഗുണിക്കുന്നു. അപ്പൊ ഇത് 1 ആവുമ്പോൾ ആക്ച്വലി ഗുണിക്കാതെ നേരെ കൂട്ടിയാലും ഉത്തരം കിട്ടും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും 1 ആവണം എന്നില്ല മാറ്റം. ചിലപ്പോൾ 2, 3, 1 കുറയിലൊക്കെ ആവാം. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഗുണിക്കണം എന്ന് തന്നെ പറയുന്നത്. 12, 30 കൂട്ടിയാൽ ഉത്തരം കിട്ടും നിങ്ങൾക്ക് അറിയാം. പക്ഷെ അവിടെ 2 ആണെങ്കിൽ നിങ്ങൾ ആ ഗുണിക്കാതെ ചെയ്താൽ ഉത്തരം കിട്ടൂല. അപ്പൊ എങ്ങനെ വരിക? 30 × 1 ഒരു സൈഡില്, അപ്പുറത്തെ സൈഡില് 12 × 1. കറക്റ്റ് ആൻസർ വരുന്നത് 42 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ എ. അപ്പൊ പുതുതായി ഒരു സംഖ്യ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇത്. അപ്പൊ ആദ്യത്തേതിൽ എന്തായിരുന്നു? വയസ്സായിരുന്നു. ഇതിൽ ടീച്ചറും കുട്ടികളും എന്നുള്ള ലെവലിൽ വന്നു. വയസ്സിന്റെ ക്വസ്റ്റ്യൻ തന്നെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ക്രിക്കറ്റ് ബേസ് ചെയ്ത് വരികയാണെങ്കിൽ ഇങ്ങനെ വരാം. ഇതും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 12 മാച്ച് കഴിഞ്ഞു, ആവറേജ് 49 നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 12 നേരെ 49 എന്ന് എഴുതി വെക്കാം. പിന്നെയോ 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് ശരാശരി 50 ആവുക എന്നാണ് ചോദ്യം. അപ്പൊ 12 നേരെ 49 ഉള്ളത് 13 നേരെ 50 മാറിയിട്ടുണ്ട് എങ്കിൽ ആ 13ാമത്തെ മാച്ചിൽ എടുത്ത റൺസ് എത്രയാണ് എന്നാണ് ചോദ്യം. 49 ഉള്ളത് 50 ഒന്നുകൂടി, 12 ഉള്ളത് 13 ഒന്നുകൂടി. എന്ത് ചെയ്യാം? ഈ 50നെ ഇങ്ങോട്ട് ഗുണിക്കാം, ഈ 12നെ ഇപ്പുറത്തേക്കും ഗുണിക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം 50 × 1 + 12 × 1 ചെയ്തു വരുമ്പോൾ 62 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ സി. 62 ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. 62 ഓപ്ഷൻ സി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ശരാശരിയിൽ നിന്ന് വന്നിട്ടുള്ള വേറൊരു ചോദ്യം, 2026 തന്നെ ശരാശരിയിൽ നിന്ന് അടുത്തൊരു ടൈപ്പ് നോക്കാം. അപ്പൊ അടുത്തൊരു ടൈപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പൊ 3 എന്ന് പറഞ്ഞ നമ്പറിന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ. 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ 3 × 1 3 തന്നെ, പിന്നെ വരിക 3 × 2 6, പിന്നെ 3 × 3 9, അങ്ങനെ പോയി 3 × 5 15 വരെ കൂട്ടണം. ഈ നമ്പേഴ്സിന്റെ എല്ലാവരുടെയും കൂടെ ആവറേജ് ആണ്. അപ്പോൾ 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം ഒരു തുല്യമായ വ്യത്യാസത്തിൽ പോകുന്ന സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ്. സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളുടെ ശരാശരി കാണാനുള്ള എളുപ്പ വഴി ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. അപ്പൊ ആദ്യ പദം 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യ പദം 3 × 1 3 തന്നെ, അവസാന പദം 3 × 5 15 എന്നും വരും. അപ്പൊ ആ ഗുണിതങ്ങളുടെ ശരാശരി ചോദിക്കുമ്പോൾ 3 + 15/2, 3 + 15/2 18/2 9 എന്ന് കിട്ടുന്നു. ഫസ്റ്റ് പദം പ്ലസ് ലാസ്റ്റ് പദം ബൈ 2 ആണ് ഒരു സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളുടെ ശരാശരി കാണാൻ. ഇവിടെ ഒരു നമ്പറിന്റെ ഗുണിതങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഇതാണ് 26 വന്ന ക്വസ്റ്റ്യൻ. ഇതിന്റെ മോഡലിൽ പണ്ട് വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾ കൂടെ നോക്കാം. അപ്പൊ അടുത്തത് 7ന്റെ ആദ്യ 20 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? അപ്പൊ ഇവിടെ ശരാശരി എന്നുള്ള വേർഡിന് പകരം മാധ്യം എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാധ്യം എന്ന് പറഞ്ഞാൽ മീൻ, ശരാശരി തന്നെയാണ്, വേറൊരു വേർഡാണ് മാധ്യം എന്ന് പറയുന്നത്. അപ്പൊ 7ന്റെ ആദ്യത്തെ 20 ഗുണിതം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പദം ആദ്യ പദം 7 × 1 7 തന്നെ, 20ാമത്തെ പദം ഏതാണ്? 7 × 20 ആണ്, 140 ആണ്. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2 ആണ് ആവറേജ് കാണാനുള്ള വഴി. അപ്പൊ ആദ്യ പദം 7, അവസാന പദം 140 ഡിവൈഡഡ് ബൈ 2. 7 + 140 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 147 ഹരിക്കണം 2. നമ്മുടെ ഉത്തരം 73.5. ഓപ്ഷൻ സി എന്ന് വരും. ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ശരാശരി കിട്ടും. ഏതിലെ ശരാശരി? സമാന്തര ശ്രേണിയിലെ ശരാശരി കാണാനുള്ള വഴിയാണത്. ഈ മോഡലിൽ കുറച്ച് മുന്നേ നടന്നൊരു VFAയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇങ്ങനെയായിരുന്നു ചോദ്യം. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? 6ന്റെ ഗുണന പട്ടികയാണ് പോകുന്നത്. ആദ്യ സംഖ്യ 6 × 1 6 തന്നെ. അവസാനത്തെ സംഖ്യ 6ന്റെ 6ാമത്തെ ഗുണിതം 36. അപ്പൊ മാധ്യം അല്ലെങ്കിൽ ശരാശരി കാണാനുള്ള എളുപ്പവഴി എന്താണ്? ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2. ആദ്യത്തെ നമ്പർ 6, അവസാനത്തെ നമ്പർ 36/2, 42/2, 21 കറക്റ്റ് ആൻസർ ആയി ലഭിക്കുന്നു. ഓപ്ഷൻ സി. അപ്പൊ ശരാശരിയുടെ ഈ 2 ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തേതിൽ നമ്മളൊരു ക്രോസ് ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തേതിൽ ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ അതിലെ ഫസ്റ്റ് നമ്പർ കണ്ടെത്തുന്നു, അവസാനത്തെ നമ്പർ കണ്ടെത്തുന്നു, ആദ്യത്തെ പദം പ്ലസ് അവസാനത്തെ പദം ബൈ 2 ചെയ്യുന്നു, ശരാശരി കാണുന്നു. ശരാശരിക്ക് പകരം PSC യൂസ് ചെയ്യുന്ന വേറൊരു മലയാളം പദം മാധ്യം. മാധ്യം കാണാൻ പറഞ്ഞാൽ എന്താ കാണേണ്ടത്? ശരാശരി തന്നെയാണ് കാണേണ്ടത്. ആ 2 മോഡലും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റേഷ്യോയുടെ ഒരു ചോദ്യം നോക്കാം. ആ പരീക്ഷകളിൽ വന്ന റേഷ്യോയുടെ ഒരു ചോദ്യം. A:B എന്നിവ 4:5 എന്ന അനുപാതത്തിലും B/C എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ A:C എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എയും ബിയും തമ്മിലുള്ള അനുപാതം 4:5 ആണ്. അതേപോലെ ബിയും സിയും തമ്മിലുള്ള അനുപാതം 20:30 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചത് A:C. അപ്പൊ എയും സിയും എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോയിലെ ആദ്യത്തെ പദവും ആ റേഷ്യോയിലെ അവസാനത്തെ പദവും. അപ്പൊ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിലുള്ള റേഷ്യോ, അതായത് കുറേ റേഷ്യോസ് തന്ന് ഇപ്പൊ AB, BC, CD എന്നൊക്കെ തന്നു, എന്നിട്ട് എയും ഡിയും ചോദിച്ചു. അല്ലെങ്കിൽ AB, BC, CD, DE എന്ന് തന്നു, എന്നിട്ട് എയും ഇയും ചോദിച്ചു. എപ്പോഴും ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന റേഷ്യോസിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം, ഭിന്നസംഖ്യ ആക്കി എഴുതാം. അതായത് 4:5 4/5 എന്ന് എഴുതാം, 20:30 20/30 എന്ന് എഴുതാം. എന്നിട്ട് ഇതൊന്ന് വെട്ടിച്ചെറുതാക്കിയാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന റേഷ്യോസിനെ ഭിന്നസംഖ്യ ആക്കി എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് നേരെ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഇവരുടെ ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിലുള്ള അംശബന്ധം. അപ്പൊ നോക്കാം. 20 × 5 4 അപ്പൊ 16, 4 × 4 16/30 ആയി. 2 കൊണ്ട് വെട്ടുമ്പോൾ 8/15. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എത്ര കിട്ടുക? 8:15 എന്ന് വരും. 8:15 എന്ന് വരും. A:B റേഷ്യോയും B:C റേഷ്യോയും തന്നിട്ട് അതിൽ നിന്ന് എയും സിയും ആദ്യത്തെയും അവസാനത്തെയും വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ് തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ തന്നിരിക്കുന്ന അംശബന്ധത്തിനെ ഭിന്നസംഖ്യ ആക്കി എഴുതുന്നു, തമ്മിൽ ഗുണിക്കുന്നു. അതായിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു എക്സാമ്പിളും കൂടെ തരാം. ഇപ്പം എക്സാമ്പിൾ A:B ഈസ് ഈക്വൽ ടു 7:5. അതുപോലെ B:C ഈസ് ഈക്വൽ ടു 4:9. ഇതിൽ നിന്ന് നമ്മളോട് A:C ചോദിച്ചു. അപ്പം A:C ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? A/C കാണാൻ 7/5 × 4/9. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ഫ്രാക്ഷൻ ആക്കി എഴുതുന്നു, നേരിട്ട് ഗുണിക്കുന്നു. 7 × 4 28, 5 × 9 45, 28:48 എന്നായിരിക്കും ഉത്തരം കിട്ടുക. അതിൽ പിന്നെ വേറെ വെട്ടിച്ചെറുതാക്കാൻ നമ്പേഴ്സ് ഒന്നും ഇല്ല. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ശരാശരിയുടെ 2 മോഡൽസ് നോക്കി, റേഷ്യോയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മോഡൽ നോക്കിയിട്ടുണ്ട്. അപ്പം ഇനി പേഴ്സൻറ്റേജിലേക്ക് പോവാം. ഇപ്പോൾ പേഴ്സൻറ്റേജിലുള്ള ഒരു ചോദ്യം, 40ൻ്റെ എത്ര ശതമാനമാണ് 28? അപ്പം ഏത് നമ്പറിൻ്റെ ആണോ ശതമാനം ചോദിച്ചത്? 40ൻ്റെയാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് 40ൻ്റെ കൂടെയാണ്, അതിൻ്റെയാണ് ചോദിച്ചത്. അപ്പോൾ ഏതിൻ്റെ ആണോ ശതമാനം ചോദിച്ചത്
ആ നമ്പർ താഴെയാണ് എഴുതുക. ഇപ്പം 40 എന്ന് ചോദിക്കുമ്പോൾ 40 താഴെയാണ്. അതിൻ്റെ എത്ര ശതമാനമാണ്? 28. 28 മേലെയാണ്. ഇനി ശതമാനത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഏതൊരു നമ്പർ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയെ ശതമാനത്തിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കാം. അപ്പം 28/40 × 100 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പോൾ ഒരു 0 വെട്ടി, ഒരു 0 വെട്ടി. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 7 × 10 70%. 7 × 10 70%. അപ്പം 40ന്റെ എത്ര ശതമാനമാണ് 28 എന്ന് വെച്ചാൽ 28/40 × 100 70% ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. അപ്പം ഏത് നമ്പറിന്റെ ശതമാനമാണോ ചോദിക്കുന്നത് ആ നമ്പർ താഴെയും മറ്റേ നമ്പർ മേലെയും എഴുതിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. അതേ മോഡലിലുള്ള ഇപ്പം എക്സാമ്പിൾ ചോദ്യം പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 150ന്റെ എത്ര ശതമാനമാണ് 45 എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഐഡിയ എന്താണ്? ഇന്ത്യ എന്നുള്ള വേർഡ് നോക്കാം. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് എവിടെയാണോ ഉള്ളത് അത് താഴെയാണ്. അപ്പോൾ 180 ഇത് താഴെ, 45 മേലെ. ഇനി ശതമാനമാക്കാൻ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കുക. ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു 0 വെട്ടി. 45നെ 9 കൊണ്ട് വെട്ടി 5 തവണ. 18നെ 9 കൊണ്ട് വെട്ടി 2 തവണ. 50/2 ചെയ്താൽ 50/2 25%. ഓപ്ഷൻ എ എന്ന് കിട്ടുന്നു. അപ്പൊ ശതമാനത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. എയുടെ എത്ര ശതമാനമാണ് ബി എന്ന് ചോദിച്ചാൽ ഏതിന്റെ ശതമാനമാണോ കാണുന്നത് ആ നമ്പർ താഴെ. 180ന്റെ അപ്പം 180 താഴെ. അതേപോലെ 40ന്റെ 40 താഴെ. അപ്പം അതേപോലെ പറയുകയാണെങ്കിൽ എയുടെ എത്ര ശതമാനമാണ് ബി എന്ന് ചോദിച്ചാൽ എയുടെ എത്ര ശതമാനമാണ് ബി എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എ താഴെ ബി മേലെ × 100. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് കിട്ടുന്നത്. ഇനി എക്സ്പോണൻസിൻ്റെ കൃത്യംഗങ്ങളുടെ ഒരു ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൃത്യംഗം ഇതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ 3 പരീക്ഷകളിലും കൃത്യംഗങ്ങളിൽ നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ പവറാണ്. അപ്പോൾ പവറുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പ്രത്യേകം ആലോചിക്കുക. പവറുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുക പവറുകൾ തമ്മിൽ കൂട്ടുകയാണ്. ഗുണിക്കുമ്പോൾ പവർ തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ 4 പവർ 2 + n 4 പവർ 2 + n × 4 പവർ 3 4 പവർ 8 തുല്യമാണെങ്കിൽ ഇവിടെ ഗുണനമാണ്. ഗുണനത്തിന് പകരം എന്ത് ചെയ്യുക? കൂട്ടുക. 2 + n + 3 ചെയ്യുമ്പോൾ 4 പവർ 8 കിട്ടണം. അപ്പം ഇവിടെയുള്ള താഴെയുള്ള നമ്പർ സെയിം ആണ്. ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? 2 + n + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം എന്നിൻ്റെ വില 8 - 5 3 എന്ന് കിട്ടും. എന്നിൻ്റെ വില 8 - 5 3 എന്ന് കിട്ടും. എന്നിൻ്റെ വില 3 എന്ന് കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അതേ ഒരു പാറ്റേണിൽ പോകുന്ന ഒരു എക്സാമ്പിൾ. 2 പവർ 7 × 2 പവർ n + 1 = 2 പവർ 15. എന്നിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു. അപ്പം എന്നിൻ്റെ വില കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള പവേഴ്സ് തമ്മിൽ കൂട്ടുന്നു. 7 + n + 1 = 15. എന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ 15. 7 ഒന്നും കൂട്ടി 8 ആണ്. 15ൽ നിന്ന് 8 കുറച്ചു 7 എന്ന് വരും. എന്നിൻ്റെ വില 7 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, മെയിനായിട്ട് ശരാശരിയുടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള 2 മോഡൽസ്, റേഷ്യോയുടെ ഒരു മോഡല്, പെർസെൻറ്റേജിൻ്റെ ഒരു മോഡല്, എക്സ്പോണൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലുമാണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായും ഇനി വരാൻ പോകുന്ന വ്യൂമൻ സിവിൽ എക്സൈസ് പരീക്ഷ എഴുതുന്നവർക്കും അതുപോലെ ഇനി വരാൻ പോകുന്ന 2026 മറ്റു പരീക്ഷകൾ എഴുതുന്നവർക്കും തീർച്ചയായും ഈ ഒരു സോൾവിങ് സെഷൻ ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ചെയ്യുന്ന കൂടുതൽ സെഷൻസ് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യണം. നമുക്ക് മറ്റൊരു സെഷനിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.